You're welcome. അടുത്ത സ്ട്രീമാണ് കൊമേഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മിത്തില് വരുന്ന കാറ്റഗറി നമുക്ക് നോക്കാം. കൊമേഴ്സ് സയൻസ് കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറവ് മാർക്കുള്ളവർ കൊമേഴ്സ് എടുക്കണം. അങ്ങനെയല്ല, കൊമേഴ്സ് എടുക്കേണ്ടത് മാത്സിനോടും അതുപോലെ തന്നെ ബിസിനസ്, ഫിനാൻസ്, അക്കൗണ്ട്സ് ഇതിനോടൊക്കെ താല്പര്യമുള്ള കുട്ടികൾ കാണുമല്ലോ. ഈ ബാങ്കിങ് മേഖല അങ്ങനെയൊക്കെ ഉള്ള താല്പര്യങ്ങളുള്ള കുട്ടികൾ ഡെഫിനറ്റ്ലി കൊമേഴ്സ് എടുക്കുക. കൊമേഴ്സ് തന്നെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് കിട്ടും. വിത്ത് മാത്സും കിട്ടും, വിത്തൗട്ട് മാത്സും കിട്ടും. ഈ വിത്ത് മാത്സ് എടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA CMA പോലെയുള്ള കോഴ്സുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് വിത്ത് മാത്സ് കൊമേഴ്സ് എന്ന് പറയുന്നത്. വിത്തൗട്ട് മാത്സ് വരുമ്പോൾ നമ്മൾ നേരത്തെ ബയോളജി, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ സബ്ജക്ട് കോമ്പിനേഷൻ വേറെ വരും. മാത്സിന് പകരം പൊളിറ്റിക്സോ അല്ലെങ്കിൽ സൈക്കോളജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രീം അതിൻ്റെ അകത്ത് വരും. അതാണ് വിത്തൗട്ട് മാത്സിൽ വരുന്നത്. മാത്സിന് പകരം വേറെ ഏതെങ്കിലും സബ്ജക്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ ബാങ്കിങ്, നിങ്ങൾ ബാങ്കിങ് ആണ് നോക്കുന്നതെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്. ഇത് കഴിഞ്ഞിട്ട് BCom ആണ് നോക്കുന്നതെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ BBA അതായത് ബിസിനസ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് അങ്ങനെയൊക്കെയുള്ള മേഖലയിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൊമേഴ്സ് എടുത്ത് പഠിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന ഒരു സബ്ജക്റ്റ് അതായത് ഹ്യൂമാനിറ്റീസ്. അങ്ങനെ ഡീഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ആ സബ്ജക്റ്റിനില്ല. പഠിക്കാത്ത കുട്ടികൾ എടുക്കുന്ന സബ്ജക്റ്റ് എന്നും തെറ്റിദ്ധാരണ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു സബ്ജക്റ്റാണ് ഹ്യൂമാനിറ്റീസ്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? ആരെങ്കിലും ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ വന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ആ സബ്ജക്റ്റ് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അതിന്റെ സ്കോപ്പുകളും നിങ്ങളുടെ എക്സ്പീരിയൻസ് വന്നൊന്ന് ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക. അങ്ങനെയാണോ, അങ്ങനെ ഡീഗ്രേഡ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റ് ആണോ അതെന്നുള്ള കാര്യം. സോ നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് വരാം. സോ ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ട കുട്ടികൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടായിരിക്കണം. നമുക്കറിയാം സോഷ്യൽ സയൻസിനകത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തൊന്നും 10th വരെ പഠിക്കുന്നില്ല. പക്ഷെ അതിനകത്ത് തന്നെ നമുക്ക് എല്ലാ ഇതിൽ പെട്ട പാഠങ്ങളുണ്ട്. അതായത് എക്കണോമിക്സിൽ പെട്ട പാഠങ്ങളുണ്ട്, സിവിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളോട് കുറച്ച് താല്പര്യമുള്ള കുട്ടികളായിരിക്കണം ഈ പറയുന്നത് പോലെ ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടത്. കാരണം മെയിൻലി ആ സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കോപ്പുകളുണ്ട്. UPSC, PSC, ടീച്ചിങ്, അങ്ങനെ പല പല മേഖലകളുണ്ട്. ഇനി നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, UPSCയും PSCയും ഒക്കെ സയൻസ് എടുത്താലും അല്ലെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ എന്നുള്ളത്. ഓഫ്കോഴ്സ് ഈ UPSC ഒക്കെ നോക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതാണ്. കാരണം നമുക്ക് ജനറൽ നോളജും അതുപോലെ തന്നെ ഹിസ്റ്ററിയും ഒക്കെ പഠിക്കാൻ അതിൽ നിന്ന് കുറേയധികം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും ഹ്യൂമാനിറ്റീസിന്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഈ ഹ്യൂമാനിറ്റീസ് അഥവാ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രീം മുന്നേ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പല പല സ്ട്രീംസ് നമുക്ക്, പിന്നെ PSCക്കും അതുപോലെ തന്നെ കുറച്ച് ഹെൽപ്ഫുൾ ആണ്. നമുക്കറിയാം സയൻസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. PSC ഈ ജനറൽ ആയിട്ടുള്ള LD ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ടോപ്പിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കൂടുതൽ നമുക്ക് ഈ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സയൻസ് ഒക്കെ വരാറുണ്ട്, വളരെ കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നതായിരിക്കും. പിന്നെ ടീച്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ടീച്ചിങ്ങിന് ഈ 3 സബ്ജക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ടീച്ചിങ് കരിയറിൽ വേണം എന്നുണ്ടെങ്കിൽ, ഒരു ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 3 സബ്ജക്റ്റ് വേണമെങ്കിലും എടുക്കാം. സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ഇഷ്ടം ആ സബ്ജക്റ്റിലുള്ള ഒരു സ്ട്രീം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ടീച്ചിങ് ഫീൽഡിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കും എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ കരിയറിൽ ഏതൊക്കെ ഇനി, അതായത് +2 കഴിഞ്ഞിട്ട് ഇനി ഏതൊക്കെ എടുക്കണം എന്നുള്ളൊരു ടോപ്പിക് ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് വളരെ കുറച്ച് സബ്ജക്ട്സ് അല്ലെങ്കിൽ കുറച്ച് സ്ട്രീംസ് അല്ലെങ്കിൽ കുറച്ച് കരിയറിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ 3 സ്ട്രീംസ് എടുത്താൽ നമുക്ക് വൈഡ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ചെയ്താൽ മതി.
നിങ്ങൾക്ക് ഏത് കരിയർ ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് BSc ഫോറൻസിക് സയൻസിനെ പറ്റിയിട്ട് അറിയണം, നിങ്ങൾക്ക് ഈ ഒരു +2 കഴിഞ്ഞിട്ട് അതാണ് എടുക്കാൻ താല്പര്യം, അതിനെ പറ്റി കുറച്ച് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് താഴെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രീം താഴെ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ഏത് കോളേജിലാണ് ഉള്ളത്, അതിന് ടോട്ടൽ എത്രയായിരിക്കും, അതെങ്ങനെയായിരിക്കും പഠിക്കാൻ, അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, പിന്നെ ജോബ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സെറ്റ് ചെയ്യാം നമുക്ക്. തൽക്കാലം ഇപ്പം നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ മറ്റൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ നേരിട്ട് കണ്ടത് പറയാം. അത് എൻ്റെ അനിയത്തിയുടെ എക്സ്പീരിയൻസ് ആണ്. അവൾക്ക് കോമേഴ്സ് എടുക്കാനായിരുന്നു താല്പര്യം. അവൾക്ക് 10th 6 A+ ആയിരുന്നു. അപ്പോൾ സയൻസും വെച്ചിട്ടുണ്ടായിരുന്നു, കൊമേഴ്സും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കിട്ടിയത് ഫസ്റ്റ് കൊമേഴ്സ് തന്നെയാണ് കിട്ടിയത്. പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് കുറേ അധികം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അവൾക്ക് കൊമേഴ്സ് എടുത്ത് മാത്സ് വേണമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, വീട്ടിനടുത്തുള്ള സ്കൂളിൽ സയൻസ് എടുത്തു. ഇപ്പം ആകെപ്പാട് പ്രശ്നമാണ്, പ്രതീക്ഷത്ര മാർക്കൊന്നും ഈ ഒരു +1 എക്സാം കഴിഞ്ഞതിന് ശേഷം ആൾക്ക് കിട്ടിയിട്ടില്ല. ആള് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്, വീട്ടുകാരും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തന്നെ മാക്സിമം എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സയൻസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ പറഞ്ഞു വരുത്തുന്ന ഒരു തെറ്റായ ഒരു കാര്യമാണ്, സയൻസ് എടുത്തു കഴിഞ്ഞാൽ വേറെ ഏത് സ്ട്രീമിലോട്ട് വേണമെങ്കിലും നമുക്ക് തിരിഞ്ഞ് പഠിക്കാം. അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. സയൻസ് എടുത്തിട്ട് ഇപ്പം നിങ്ങൾക്ക് ഡിഗ്രിക്ക് BCom എടുക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി BCom എടുക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് വന്നു BCom എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും തലയിൽ കയറാൻ പോകുന്നില്ല. കാരണം +1 +2 വേറെ ഏതോ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെയോ നമ്മൾ പഠിച്ചു, ആൻഡ് അതിനോട് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനം നമ്മൾ ഡിഗ്രിക്ക് വന്നപ്പോൾ പഠിച്ചു. രണ്ടും കുളമായി പോകത്തതേ ഉള്ളൂ. അവസാനം രണ്ടിനും നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്കോ അല്ലെങ്കിൽ പെർഫോമൻസോ ഒന്നും കാഴ്ചവെക്കാൻ നമുക്ക് പറ്റത്തില്ല. പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, BCom എന്ന് പറയുന്ന സബ്ജക്റ്റിനൊന്ന് അറിഞ്ഞു വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതും നിങ്ങളുടെ കരിയറിൽ ഒരു പ്രോബ്ലം ആയിട്ട് മാറും. അതുകൊണ്ട് സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് സ്ട്രീമിലോട്ടും പോവാം എന്നുള്ള തെറ്റായ ധാരണ നിങ്ങൾ മാറ്റി വെക്കാം. പോവാനൊക്കെ പറ്റും, പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് ചെന്നിരിക്കുമ്പോൾ പന്തം കണ്ട പെരിച്ചായിട്ട് കണക്ക് നോക്കിയിരിക്കാം എന്നല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ സയൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് പിന്നെ BA എക്കണോമിക്സ് എടുക്കാൻ തോന്നുകയാണെങ്കിൽ അതെടുക്കാനായിട്ട് പോകുന്നു. ആദ്യം നിങ്ങൾ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ആദ്യം എന്നല്ല, ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ആ സ്ട്രീമിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഫ്യൂച്ചറിൽ എടുക്കാൻ താല്പര്യം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ട്രീം തന്നെ ഡെഫിനറ്റ്ലി +1 +2 സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പലയിടത്തു നിന്നും വരും. അതെന്തോ ആയിക്കോട്ടെ, നമ്മളാണ് പഠിക്കുന്നത്, നമുക്കാണ് മാർക്ക് വേണ്ടത്, നമ്മുടെ കരിയർ ആണ് നമ്മൾ അവിടെ ഡിസൈഡ് ചെയ്യേണ്ടത്, മറ്റുള്ളവരല്ല. അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കണം, നിങ്ങളുടെ താല്പര്യമായിരിക്കണം. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് സ്ട്രീമാണ് ഇഷ്ടം, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഏത് സ്ട്രീമിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊരു സ്ട്രീം സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് താഴെ പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള കരിയർ വീഡിയോസ്, എഡ്യൂക്കേഷണൽ വീഡിയോസ് ഉറപ്പായിട്ടും ഞാൻ തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.